ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകമായ ഒരു ഉപകരണമാണ് AED. പ്രഥമ ശുശ്രൂഷയിൽ ഡ്രാബ് എന്നതിൻ്റെ ഫുൾ ഫോം എന്തെന്നാണ്? ഡ്രാബ് എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് ചോദ്യം. സോ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് ഫയർവുമൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്തായാലും ഒരു 10-15 ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും എളുപ്പമായിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലിയർ ആണ്. ഈ ഒരു ചോദ്യം ചെയ്തേടാ താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏതെന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചതാണ്. ഫയർ ട്രയാങ്കിളിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ്. വളരെ ഏതാണ്? ജലം ഉൾപ്പെടുന്നില്ല അല്ലേ? ജലം ഫയർ ട്രയാങ്കിൾ ഉൾപ്പെടുന്നില്ല. അതായത് ഓക്സിജനും ഇന്ധനവും താപവും എല്ലാം ഫയർ ട്രയാങ്കിളിൽ ഉൾപ്പെടുന്നതാണ്. ജലം ഉൾപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ ഫയർ ട്രയാങ്കിൾ നമുക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. താഴെ പറയുന്നതിൽ ശരി ഏതാണ്? ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കൂടുതലാകുന്നു. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ജ്വലനശേഷി കുറഞ്ഞ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറവാകുന്നു. ജ്വലനശേഷിയുള്ള ദ്രാവകത്തിൻ്റെ താപം ഫ്ലാഷ് പോയിന്റ് എത്തിയാൽ അത് സ്വയം കത്തിപ്പടരുന്നു. വളരെ ഈ ഒരു പോയിന്റാണ്. അതായത് ജ്വലനശേഷി കൂടിയ കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അതാണ്. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, നിങ്ങളിത് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഈ രണ്ട് ഡെഫിനിഷനുകൾ അതായത് കത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു ദ്രാവകം കേട്ടോ, കത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം, കത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു ദ്രാവകമോ വാതകമോ വായുവും ചേർന്ന മിശ്രിതം കേട്ടോ. ഒന്നുകിൽ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം, അത് വായുവുമായി ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുവാൻ വേണ്ട കുറഞ്ഞ ഊഷ്മാവിന് അറിയപ്പെടുന്ന പേരാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയും. എന്താ കുട്ടികളെ? ഫ്ലാഷ് പോയിന്റ് എന്ന് പറയും. ഫ്ലാഷ് പോയിന്റ് കത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം വായുവുമായി ചേർന്ന ഒരു മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുവാൻ വേണ്ട കുറഞ്ഞ ഊഷ്മാവ് അറിയപ്പെടുന്നതാണ് ഫ്ലാഷ് പോയിന്റ് എന്ന്. നിങ്ങൾ മാജിക്കൊക്കെ കാണാറുണ്ടോ? മാജിക്കൊക്കെ കണ്ടിട്ടില്ലേ? പണ്ട് നമ്മൾ സ്കൂളിലും മറ്റും നമ്മൾ TV-യിലൊക്കെ മാജിക്ക് കാണാറുണ്ടല്ലേ? ഈ മാജിക് പ്രോഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സാധനം പെട്ടെന്നൊരു തീ പോലെ ഉണ്ടായിട്ട് അണഞ്ഞു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനുപയോഗിക്കുന്നത് ഈ ഫ്ലാഷ് പോയിന്റ് കൂടിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അത് പെട്ടെന്ന് കത്തി അങ്ങണയും. മനസ്സിലായ? പെട്ടെന്ന് കത്തി അങ്ങണയും. അപ്പോൾ അതിനുപയോഗിക്കുന്നത് ഫ്ലാഷ് പോയിന്റ് കൂടിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് കത്തി അണയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഫ്ലാഷ് അടിക്കുന്ന രീതിയിൽ പെട്ടെന്ന് കത്തി അണയാൻ വേണ്ടിയിട്ടുള്ള കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ നോക്കിയേ. ഏകദേശം സെയിം ഡെഫിനിഷൻ തന്നെയാണ് വരുന്നത്. കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം വായുവും ചേർന്ന ഒരു മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ തുടർച്ചയായി കത്തിപ്പടരുവാൻ വേണ്ട കുറഞ്ഞ ഊഷ്മാവിന് അറിയപ്പെടുന്നത് ഫയർ പോയിന്റ് എന്നാണ്. മനസ്സിലായ? കത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ തുടർച്ചയായിട്ട് കത്തിപ്പടരുവാൻ വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ് ഏത് കുട്ടികളെ? ഫയർ പോയിന്റ് അല്ലേ? ഫയർ പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മിന്നൽ മാത്രയിൽ കത്തി അണയാൻ വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ്. ഫയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായി കത്തിപ്പടരാൻ വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ് എന്ന് പറയുന്നത് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷനും ഓർത്തിരിക്കുക. നിങ്ങളോട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് കുറവായിരിക്കും കേട്ടോ. ഫ്ലാഷ് പോയിന്റ് കുറവായിരിക്കും. ജ്വലനശേഷി കൂടുതൽ സമയം എന്ത് ചെയ്യും? അത് കത്തി നിൽക്കും. മനസ്സിലായി? അതുകൊണ്ട് ഫ്ലാഷ് പോയിന്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഈ രണ്ട് ഡെഫിനിഷനും കൂടെ ഓർത്തിരിക്കുക. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഉള്ള PDF ഞാൻ എന്ത് ചെയ്യാം? ഷെയർ ചെയ്തിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു? ഏതാ കുട്ടികളെ? യൂണിറ്റ് മാസ് നമ്മൾ പറഞ്ഞല്ലോ. യൂണിറ്റ് മാസ് എന്ന് വരികയാണെങ്കിൽ വിശിഷ്ട താപധാരിതയാണ് എഴുതേണ്ടത്. യൂണിറ്റ് മാസ് എന്ന് വരികയാണെങ്കിൽ വിശിഷ്ട താപധാരിത. ശ്രദ്ധിച്ചോണം, യൂണിറ്റ് മാസ് എന്ന് വരികയാണെങ്കിൽ വിശിഷ്ട താപധാരിത എഴുതണം. ഈ ചോദ്യം മാറിയിട്ട് ഒരു പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഉയർത്താൻ ആവശ്യമായെന്ന് ചോദിച്ചാൽ അത് താപധാരിത. യൂണിറ്റ് മാസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വിശിഷ്ട താപധാരിത അല്ലേ? യൂണിറ്റ് മാസം ചോദിക്കുകയാണെങ്കിൽ വിശിഷ്ട താപധാരിതയാണ് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്.
അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി എന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി എന്നാണ് ചോദ്യം. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതാ പിള്ളേരെ? സ്റ്റാർവേഷൻ ആണല്ലേ, സ്റ്റാർവേഷൻ. ഓക്കെ, സ്റ്റാർവേഷൻ. നമ്മളത് സ്റ്റാർവേഷൻ നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. സ്റ്റാർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതിയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് എന്ത് കുട്ടികളെ? ഈ പറയുന്ന വായുവുമായുള്ള സമ്പർക്കം ഇല്ലാതാക്കുന്നത് ഏതാ കുട്ടികളെ? അതായത് കത്താൻ സഹായിക്കുന്ന വായുവുമായുള്ള സമ്പർക്കം ഇല്ലാതാക്കി, അതായത് ഓക്സിജനുമായുള്ള സമ്പർക്കം ഇല്ലാതാക്കിയിട്ട് തീ അണയ്ക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത്? സ്മോദറിങ് എന്ന് പറയുന്നല്ലേ, സ്മോദറിങ്ങിന്റെ മറ്റൊരു പേരാണ് എന്ത്? ബ്ലാങ്കറ്റിങ് അല്ലേ. സ്മോദറിങ്ങിന്റെ മറ്റൊരു പേരാണ് എന്ത് കുട്ടിയുടെ? ബ്ലാങ്കറ്റിങ്. ഓക്കെ, അപ്പം ഇന്ധനത്തെ ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്നത് സ്റ്റാർവേഷനും, ഇനി ആ ഒരു കത്താൻ സഹായിക്കുന്ന വാതകവുമായുള്ള കോണ്ടാക്ട്, അതായത് ഈ പറഞ്ഞ ഓക്സിജനുമായി കോണ്ടാക്ട് ഒഴിവാക്കിക്കൊണ്ട് തീ അണയ്ക്കുന്നതിനെ സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് എന്ന് പറയും. കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഈ അഗ്നിയെ അല്ലെങ്കിൽ തീയെ തണുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കൂളിംഗ് ഏജന്റുകൾ ഉപയോഗിച്ച് തീ അണയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം നമ്മളിപ്പോൾ ചെയ്തപ്പോൾ തന്നെ 2-3 തവണ ചോദ്യം വന്നു. അപ്പോൾ ഈ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക, ഓരോന്നും എന്താണെന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, വളരെ താഴെ കൊടുത്തിരിക്കുന്നതിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ് കുട്ടികളെ? സൂര്യനിൽ നിന്ന് നമുക്കറിയാം മാധ്യമ സഹായമില്ലാതെ നടക്കുന്ന വികിരണമാണ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനും നിങ്ങൾ കണ്ടു കാണും. ഈ ക്വസ്റ്റ്യനും നമ്മളിപ്പോൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ താപപ്രേഷണ രീതി ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾക്കറിയാം ഈ സൂര്യനിൽ നിന്നുള്ള ഊർജം ഭൂമിയിലേക്ക് എത്തുന്നത് ഏത് രീതിയിലാണ്? സൂര്യനിൽ നിന്നുള്ള ഊർജം ഭൂമിയിലേക്ക് എത്തുന്നത് ഈ പറയുന്ന സൗരവികിരണ രൂപത്തിലാണ് എത്തുന്നത്. എന്നല്ല ഞാൻ ചോദിക്കുന്നത്, ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയണം. അന്തരീക്ഷം ചൂടാവാൻ കാരണം സൗരവികിരണമാണോ? അന്തരീക്ഷം ചൂടാവാനുള്ള മെയിൻ റീസൺ സൗരവികിരണമാണോ? അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് പിള്ളേരെ ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ്. അതായത് അപ്പോൾ പിള്ളേരെ പറഞ്ഞത്, ഈ ഭൂമിയിലേക്ക് വരുന്ന ഈ പറയുന്ന സൗരവികിരണത്തെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് പ്രതിഫലിപ്പിക്കുന്നുണ്ടല്ലേ? ഭൂമി തിരിച്ച് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ആ പ്രതിഫലിപ്പിക്കുന്ന അതിന് നമ്മൾ പറയുന്ന പേരാണ് ഭൗമവികിരണം അല്ലേ പിള്ളേരെ? ഭൗമവികിരണം എന്ന് പറയും. അപ്പൊ അന്തരീക്ഷം ചൂടാവാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗമവികിരണമാണ് അന്തരീക്ഷം ചൂടാവാൻ കാരണം കേട്ടോ. അന്തരീക്ഷം ചൂടാവാൻ കാരണം എന്താണ് കുട്ടികളെ? ഭൗമവികിരണമാണ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ച് വേണം. നിങ്ങൾക്ക് ഇതിൽ താപപ്രേഷണ രീതി ചോദിക്കാം. അന്തരീക്ഷം ചൂടാവാൻ കാരണം ഭൗമവികിരണമാണോ സൗരവികിരണമാണോ എന്ന് ചോദിക്കാം. അപ്പൊ അന്തരീക്ഷം ചൂടാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട റീസണായി വരുന്നത് ഭൗമവികിരണമാണ്. എന്താണ് കുട്ടികളെ? ഭൗമവികിരണം. ഓക്കെ, നിങ്ങൾ ഈ ആൽബഡോ എന്ന് കേട്ടിട്ടുണ്ടോ? ഭൂമിയുടെ ആൽബഡോ ഓഫ് ദ എർത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ആൽബഡോ എന്ന് പറയുന്നത്? ആൽബഡോ എന്ന് വെച്ചാൽ എന്താണ് കുട്ടികളെ? ആൽബഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണത്തെ ഭൂമി പ്രതിഫലിപ്പിച്ച് തിരിച്ചങ്ങോട്ടേക്ക് അയക്കത്തില്ലേ? ബഹിരാകാശത്തേക്ക് അയക്കത്തില്ലേ? അതിൻ്റെ തോതിനെ പറയുന്ന പേരാണ്. അതായത് ഏകദേശം ഒരു 35% മാത്രമേ തിരിച്ചയക്കുന്നുള്ളൂ. ഭൂമിയിലേക്ക് എത്തുന്ന സൗരവികിരണത്തിൻ്റെ 35% മാത്രമേ നമ്മുടെ ഭൂമി എന്ത് ചെയ്യത്തുള്ളൂ? പ്രതിഫലിപ്പിച്ച് തിരിച്ചയക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു തോതിനെ പറയുന്ന പേരാണ് ആൽബഡോ ഓഫ് എർത്ത് എന്ന് പറയും. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. കാരണം ഈ താപപ്രസരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠിക്കേണ്ട 2 പോയിന്റ് ആണ് അത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? മനസ്സിലായി. ബാക്കി നമ്മൾ താപപ്രസരണം ഏതൊക്കെയാന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലേ? നമുക്ക് ഈ പറയുന്ന ഈ ഇലക്ട്രിക് ബൾബിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചൂട് ഫീൽ ചെയ്യാൻ കാരണം എന്താണ്? അത് ഏത് താപപ്രസരണമാണ് കുട്ടികളെ? അത് റേഡിയേഷൻ ആണല്ലേ? ഓക്കെ, ഈ കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകാൻ കാരണം എന്താണ് കുട്ടികളെ?
കടൽക്കാറ്റും ഉണ്ടാവാൻ കാരണം സംവഹനമാണല്ലേ, സംവഹനമാണല്ലേ. കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാവാൻ കാരണം എന്താണ്? സംവഹനമാണല്ലേ, സംവഹനം. ഓക്കെ, ഈ സംവഹനം കൂടുതൽ എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് സംവഹനം കൂടുതലാണോ കുറവാണോ? ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമധ്യരേഖാ പ്രദേശത്ത് സംവഹനം കൂടുതലാണ്. എന്തുകൊണ്ടെന്ന് കേട്ടാൽ എന്തുകൊണ്ടാ ഭൂമധ്യരേഖ പ്രദേശത്ത് സംവഹനം കൂടാൻ കാരണം എന്താണ് കുട്ടികളെ? ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും പിള്ളേരെ? സംവഹനം കൂടും. ഓക്കെ, ക്ലിയർ ആണ്. അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം അറ്റൻഡ് ചെയ്തേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ MSDSന്റെ പൂർണ്ണരൂപം ഏതെന്നാണ് ചോദ്യം. MSDSന്റെ പൂർണ്ണരൂപം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് MSDS എന്ന് പറയുന്നത്. എന്താ ഉള്ള MSDS? അപ്പോൾ മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റാണ്. ഇതും റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ചോദ്യമാണ്. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പുതുതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, നന്നായിട്ട് പഠിച്ചിട്ടില്ലാത്ത പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ? ഒന്നുകൂടെ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സമയം നിങ്ങൾ യൂസ് ചെയ്യുക, ഇനിയുള്ള സമയം, ഈ വർക്കൗട്ടിന് ശേഷമുള്ള സമയം കേട്ടോ. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് എന്നതാണ് MSDSന്റെ പൂർണ്ണരൂപം. മനസ്സിലായ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ ഉപകരണം മറ്റോ എന്തെങ്കിലും നമ്മൾ, അല്ലെങ്കിൽ ഒരു പദാർത്ഥമോ ഒരു ഉപകരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവോ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നല്ലേ, ആ മെറ്റീരിയൽ നമ്മൾ കൈകാര്യം ചെയ്യണം, അത് പറയുന്നതാണ് ഈ പറയുന്ന MSDS അല്ലെങ്കിൽ മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് എന്ന് പറയും. മനസ്സിലായ? എത്ര വർഷം കൂടുമ്പോഴാണ് ഈ MSDS ഡേറ്റകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്? എത്ര വർഷം കൂടുമ്പോഴാണ്? 3 വർഷം കൂടുമ്പോഴാണ്. 3 വർഷം കൂടുമ്പോഴാണ് ഈ MSDS ആ ഡേറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. 3 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാത്തുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ പോർഷൻ എടുത്ത് എന്ത് ചെയ്യുക, നോക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ MSDS എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ചെയ്തേ. പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറുമായി ബന്ധപ്പെട്ട് പാസിൻ്റെ പൂർണ്ണരൂപം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പാസിൻ്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ള്, എയിം, സ്ക്യൂസ്, സീപ്പ് എന്നാണ് കേട്ടോ. പുള്ള്, എയിം, സ്ക്യൂസ്, സീപ്പ് എന്നാണ്. എന്താ ഈ ഉദ്ദേശിക്കുന്നത്? ഈ പുള്ളെന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? പുള്ളെന്താ ഉദ്ദേശിക്കുന്നത്? പുള്ളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ ഒരു സേഫ്റ്റി പിൻ ഉണ്ടാവും അല്ലേ? ഒരു സേഫ്റ്റി പിൻ ഉണ്ടാകും. ആ സേഫ്റ്റി പിന്നിനെ നമ്മൾ വലിച്ചൂരുന്നതിന്, അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം, അതാണല്ലേ. ആ ഒരു സേഫ്റ്റി പിൻ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി പിൻ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് പുള്ളെന്ന് പറയുന്നത്. എയിം പിന്നെ നമുക്കറിയാമല്ലോ, എവിടേക്കാണ് നമ്മൾ എവിടെയാണോ തീ അണയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫയറിലോട്ടേക്ക് നമ്മൾ ഈ സാധനം ഫേസ് ചെയ്ത് പിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? എയിം എന്ന് പറയുന്നത്. സ്ക്യൂസ് എന്താണ് കുട്ടികളെ? സ്ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹാൻഡിലിനെ നമ്മൾ അമർത്തുന്നതാണ്. ആ ഹാൻഡിലിനെ നമ്മൾ അമർത്തുന്നതിനെയാണ് സ്ക്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ സ്ക്യൂസ് ചെയ്യുന്നത് ഞെക്കുക എന്നല്ല എൻ്റെ അർത്ഥം വരുന്നത്. ആ ഹാൻഡിൽ, അതായത് ആ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ആ ഹാൻഡിൽ അമർത്തുന്ന ആ പ്രവർത്തനത്തെയാണ് സ്ക്യൂസ് എന്ന് പറയുന്നത്. അടുത്ത സ്വീപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്വീപ്പ് എന്ന് വെച്ചാൽ അതിങ്ങനെ വീശി, തീ അണയുന്നത് വരെ അതിങ്ങനെ വീശി നമ്മൾ അണയ്ക്കാൻ വീശി അടിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്വീപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് പാസ് എന്ന് പറയുന്നത്. ആ വാക്ക് ഓർത്തിരിക്കുക. അറിഞ്ഞാത്തവർ പുള്ള്, പി എന്ന് പറഞ്ഞാൽ പുള്ള്, എ എന്ന് പറഞ്ഞാൽ എയിം, സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഞെക്കുക. അതായത് ആ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ഹാൻഡിൽ ഞെക്കുന്നതിനാണ് സ്ക്യൂസ് എന്ന് പറയുന്നത്. സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ അണയുന്നത് വരെ നമ്മൾ അതിങ്ങനെ വീശി അടിക്കുന്നതിനെയാണ്, വശങ്ങളിലേക്ക് വീശി അടിക്കുന്നതിനെയാണ് എന്ത് പറയുന്ന കുട്ടികളെ? ഈ പറയുന്ന സ്വീപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾ പോണതിന് മുമ്പ് ഞാൻ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ? ഈ പറയുന്ന ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക. നമ്മുടെ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേട്ടോ. അത് ലാസ്റ്റ് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യമാണ്. അതായത് പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള എക്സ്റ്റിങ്ക്വിഷൻ മീഡിയം എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പിള്ളേരെ പതയാണല്ലേ, ഫോം ആണല്ലേ. പെട്രോൾ ഉണ്ടാകുന്ന തീപിടുത്തത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഉചിതമായ മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. പെട്രോൾ മാത്രമല്ല, എണ്ണ, അതുപോലെ തന്നെ അങ്ങനത്തെ പദാർത്ഥങ്ങളിൽ നിന്നുള്ള തീപിടുത്തത്തെ ആണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഫോമാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ.
ഈ ബ്ലാങ്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞില്ലേ, ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിങ് എന്ന് പറഞ്ഞില്ലേ, അതിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിങ് എന്ന് പറയുന്ന നമ്മളെ തീയും ഈ അന്തരീക്ഷ വായുവുമായിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കാൻ നിന്ന ആ ഒരു മെത്തേഡ്. അതിന് നമ്മൾ ഈ പറയുന്ന പതയും പിന്നെ എന്തുപയോഗിക്കും പിള്ളേരെ? പതയും നമുക്ക് പത ഉപയോഗിക്കാം, പിന്നെ നമുക്ക് ഈ മണൽ ഉപയോഗിക്കാം. നമ്മൾ ഈ പറയുന്ന, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പെട്രോൾ പമ്പിലൊക്കെ ഫയർ എന്ന് എഴുതിയ ഒരു തൊട്ടി കണ്ടിട്ടില്ലേ? ആ ഫയർ എന്ന് എഴുതിയ തൊട്ടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൽ ഈ പറയുന്ന എന്തുണ്ടാവും? മണലുണ്ടാവും. മനസ്സിലായോ? മണലുണ്ടാവും. നിങ്ങൾ ഈ പണ്ട് ആലോചിച്ചിട്ടുണ്ടോ എന്തിനാ ഈ മണലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന്? ഇപ്പം നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് ആ മണൽ എന്നുള്ളത്. ഓക്കെ, ചെടി ചെടിയൊക്കെ നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സൂക്ഷിക്കാമെന്ന് ചോദിച്ചത്. അത് മറ്റേ ഇതാണെന്ന് അന്ന് വിചാരിച്ച ചെടി നടാനായിരിക്കുമെന്ന്. എൻ്റെ ദൈവമേ, കൊള്ളാം. അപ്പൊ ചെടി നടാനല്ല, അത് ഈ പറയുന്ന ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിങ് ചെയ്യാനാണ് മണൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായ? ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിങ് ചെയ്യാനാണ്. ഓക്കെ, ബൈ. വൈകുന്നേരം ഉണ്ട് 8. ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിങ്, ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിങ് ചെയ്യാനാണ് ഈ പറയുന്ന മണൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ? മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഗാർഹിക പാചകവാത സിലിണ്ടറിൽ നിന്നും LPG, ഇത് സ്ഥിരം, നമുക്കിത് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ കണ്ട ഈതേൽ മെർക്യാപ്റ്റൻ എന്നൊരു ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് എഥനത്തിയോളെന്ന് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. മനസ്സിലായില്ലേ? ഈ ഒരു സാധനം കേട്ടോ, ഈ ഈതേൽ മെർക്യാപ്റ്റൻ തന്നെയാണ് എഥനത്തിയോളെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേരും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. പക്ഷേ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഈതേൽ മെർക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഇല്ലാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഡൗട്ട് വരില്ലായിരുന്നോ? ഈതേൽ മെർക്യാപ്റ്റൻ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്ത് ചെയ്തത്? അത് ഉത്തരം എഴുതിയത്. അപ്പം ഈ ഒരു പേര് മാത്രമായിട്ട് വന്നാൽ നമുക്ക് ഡൗട്ട് വരരുത്. അതുകൊണ്ട് എഥനത്തിയോൾ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക കുട്ടികളെ? പഠിച്ചിരിക്കുക. എഥനത്തിയോൾ പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ മാറിപ്പോയി. അതായത് ബ്യൂട്ടൈൻ, വളരെ ബ്യൂട്ടൈനാണ് 60%. ബ്യൂട്ടൈൻ 60% കേട്ടോ. അതുപോലെ തന്നെ പ്രൊപ്പൈൻ എത്ര ശതമാനമാണ് ഉള്ളത്? പ്രൊപ്പൈൻ 40% കേട്ടോ. പ്രൊപ്പൈൻ 40%. ഇത് LPGയുടെ കാര്യമാണ്, LPGയുടെ കാര്യം. ഇനി നമ്മുടെ ഈ പറയുന്ന CNGയിലാണെങ്കിലോ, നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ് കുട്ടികളെ? നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? മീതെയിൻ ആണ് കേട്ടോ. നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ് കുട്ടികളെ? മീതെയിൻ ആണ് കേട്ടോ. നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം മീതെയിൻ ആണ് കേട്ടോ. മീതെയിൻ ആണ് നാച്ചുറൽ ഗ്യാസിലെ അല്ലെങ്കിൽ പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏതെന്ന് ഇട്ട് കഴിഞ്ഞാൽ മീതെയിൻ ആണ്. ഈ പാചകവാതകമാണെങ്കിൽ ബ്യൂട്ടൈനും പ്രൊപ്പൈനും ഉണ്ട്. ബ്യൂട്ടൈനും പ്രൊപ്പൈനാണ്, അത് ഓർത്തോണം കേട്ടോ. ഓക്കെ, ചെയ്തേ. ഇതും അപ്പം നമ്മൾ കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫസ്റ്റ് ഇയറിൽ ഈ CPR എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും CPRൻ്റെ പൂർണ്ണരൂപം അല്ലേ, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ എന്നുള്ളതാണ് CPRൻ്റെ പൂർണ്ണരൂപം അല്ലേ. ഓക്കെ, അതായത് കഴിഞ്ഞ നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോഴും 2 തവണ ക്വസ്റ്റ്യൻ വന്നതാണ്. അത് ഇന്നും വീണ്ടും ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക പിള്ളേരെ? ഓർത്തിരിക്കട്ടെ. CPR. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. ഇത് ബുദ്ധിമുട്ടില്ല, നമുക്ക് എല്ലാവർക്കും ലോജിക്കലി അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അതായത് CPR എന്താണെന്നുള്ളത്. CPR എന്തിനാണ് നൽകുന്നത് കേട്ട് കഴിഞ്ഞാൽ ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തഓട്ടവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ? CPR നൽകുന്നത് അല്ലേ. CPR നൽകുന്നത് ഈ പറയുന്ന ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തഓട്ടവും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓപ്ഷൻ A ആണ് ആൻസർ. അപ്പോൾ ഈ CPR നൽകുമ്പോഴേ നമ്മൾ 1 മിനിറ്റിൽ എത്ര തവണ ചെസ്റ്റ് ഇങ്ങനെ കംപ്രസ് ചെയ്യണം? ഒരു ശരാശരി 1 മിനിറ്റിൽ എത്ര തവണ കംപ്രസ് ചെയ്യണം? നമ്മൾ 100 ആണ് കേട്ടോ. 100 തവണ നമ്മൾ 1 മിനിറ്റിൽ 100 തവണ, 1 മിനിറ്റിൽ 100 തവണയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കുട്ടികളെ? കംപ്രസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം ചെയ്തേ.
വളരെ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് ഏതാണ് ചോദ്യം. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ അല്ലേ, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ടത്. ഇവിടെ ഈ ഗ്രീൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ചെടിയുടെ തണ്ട് ഒടിയുമ്പോഴുണ്ടല്ലോ, ആ ചെടിയുടെ തണ്ട് ഒടിയുന്നത് പോലെ ഉണ്ടാവുന്ന ഫ്രാക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത് കുട്ടികളെ, ഈ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അതായത് അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ, അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താ കുട്ടികളെ, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്നാണ്. അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ചെയ്തിടാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിങ്ങിൻ്റെ ലക്ഷണമായി പ്രകടിപ്പിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യം ഏതെന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു വ്യക്തി ചോക്കിങ്ങിൻ്റെ ലക്ഷണമായി പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം ഏതാണ് ചോദ്യം. ചോക്കിങ് നമ്മളറിയാം, നമ്മൾ ഈ പറയുന്ന ചോക്കിങ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് എവിടെയാണ്, ശ്വാസനാളത്തിലാണോ അന്നനാളത്തിലാണോ? ശ്വാസനാളത്തിൽ ആഹാര പദാർത്ഥങ്ങളോ വസ്തുക്കളോ കുടുങ്ങുന്നതിനെയാണ് ചോക്കിങ് എന്ന് പറയുന്നത് അല്ലേ, ചോക്കിങ് എന്ന് പറയുന്നത്. അപ്പം ചോക്കിങ് വന്നു കഴിഞ്ഞാൽ ഈ സാധ്യത ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. കൈകൾ തൊണ്ടയോട് ചേർത്ത് പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ തൊണ്ട ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുക, അത് ചോക്കിങ് വരുന്ന ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. ശ്വാസം എടുക്കുന്നതിനും സംസാരിക്കുന്നതിനും ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുക, അതും ചോക്കിങ്ങിൻ്റെ ലക്ഷണമായി വരുന്നതാണ്. ത്വക്കിൻ്റെ നിറം ചാരം അല്ലെങ്കിൽ നീല നിറമാവുക, അത് ശരിയാണോടെ? എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ചാര നിറം അല്ലെങ്കിൽ നീല നിറമാകുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികളെ? നമുക്ക് ഈ ഓക്സിജന്റെ അഭാവം ഉണ്ടാവും അല്ലേ. നമുക്ക് ഈ ഓക്സിജൻ കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഈ സ്കിന്നിന്റെ കളർ ബ്ലൂ ആവുക എന്നുള്ളത്. ഗ്രേ അല്ലെങ്കിൽ ബ്ലൂ ആവുക എന്നുള്ളത്. നമ്മൾ ഇന്നാളെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്, ബ്ലൂ ബേബി സിൻഡ്രോം ചെയ്ത് ഓർമ്മയുണ്ടോ? ബ്ലൂ ബേബി സിൻഡ്രോം, അത് എന്ത് പോയ്സണിങ് കൊണ്ടാണ് ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാവുന്നത്? നൈട്രേറ്റ് പോയ്സണിങ്, അത് ചെയ്ത് ഓർമ്മയുണ്ടോ നമ്മളത്? പക്ഷേ ഇത് സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻ അല്ല നമ്മൾ ചെയ്തത്, അതല്ലാതെ നോർമൽ ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്ത കാര്യമാണ് ബ്ലൂ ബേബി സിൻഡ്രോം. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നൈട്രേറ്റ് പോയ്സണിങ് കൊണ്ടുണ്ടാകുന്ന ബ്ലൂ ബേബി സിൻഡ്രോം, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഓക്സിജന്റെ അളവ് കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും കുട്ടികളെ, ഈ പറയുന്ന ബ്ലൂ കളർ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രേ കളർ നമുക്ക് എന്ത് ചെയ്യും, വരുന്നതാണ് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ. പക്ഷേ ഈ കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാവുക എന്നുള്ളത് എന്താണ് പിള്ളേരെ? തെറ്റാണ്. അത് വരാത്തൊരു കാര്യമാണല്ലേ. കൈകാലുകളിൽ നീർക്കെട്ടുകൾ പ്രകടമാവുക എന്നുള്ളത് വരാത്ത ഒരു കാര്യമാണ്. അത് തെറ്റാണ് കേട്ടോ, അത് തെറ്റാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം അല്ലേ. ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ശരിയല്ലാത്തത്, ശരീരത്തിൽ പൊള്ളലേറ്റത് മൂലം ഉണ്ടാകുന്ന കുമിളകൾ അടിയന്തരമായി പൊട്ടിച്ച് കളയണമെന്ന് പറഞ്ഞാൽ ശരിയാണ്? അല്ല, നമ്മൾ ഈ പൊള്ളലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഏത് കുട്ടികളെ, ഈ പറയുന്ന ഇത് പൊട്ടിക്കാൻ പാടില്ല, ഈ കുമിളകൾ പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് ഇതാണ്. ഇനി അടുത്ത്, ശരീരത്തിൽ പാമ്പ് കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതാണ്, അത് ശരിയാണ്. മുറിവിൽ നിന്ന് രക്തസ്രാവം ഉള്ള പക്ഷം വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് മുറിവിലുള്ള ഭാഗത്ത് അമർത്തി പിടിക്കേണ്ടതാണ്, അതും ശരിയാണ് കേട്ടോ, അത് ശരിയാണ്. ഇത് തെറ്റാണ്. അപ്പോൾ അതാണ് ആൻസർ ഇതാണ് കേട്ടോ. അടുത്ത, അസ്ഥിഭംഗം സംഭവിച്ച ഭാഗത്ത് പലക പോലെ ബലമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ബലപ്പെടുത്തി പരിക്കേറ്റ ഭാഗം അനങ്ങുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അല്ലേ. ഓക്കെ, ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിള്ളേരെ, ഈ ത്വക്ക് ഇപ്പം നമുക്ക് ഈ പൊള്ളലേക്കുന്ന സമയത്ത് ത്വക്ക് ചുവന്നു വരുന്നു, അത് ഏത് ഡിഗ്രി പൊള്ളലാണ് പിള്ളേരെ? ത്വക്ക് ചുവന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1ാം ഡിഗ്രിയാണ് അല്ലേ, അത് 1ാം ഡിഗ്രിയാണ്. ത്വക്ക് ചുവന്നു വരിക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി. ഓക്കെ, കുമിള ഉണ്ടാകുന്നതോ? അപ്പോൾ കുമിള ഉണ്ടാകുന്നത് സെക്കൻഡ് ഡിഗ്രിയാണ്. മനസ്സിലായ? ത്വക്ക് ചുവന്ന് വരുന്ന പൊള്ളലുകൾ, ചുവന്ന് മാത്രമേ വരുന്നുള്ളൂ, അത് ഫസ്റ്റ് ഡിഗ്രി പൊള്ളലും. കുമിള ഉണ്ടാവുകയാണെങ്കിൽ അത് സെക്കൻഡ് ഡിഗ്രി പൊള്ളലാണ്. ഓക്കെ, ഇനി നമ്മുടെ ത്വക്കിന്റെ ആന്തരിക ഭാഗങ്ങൾ, അതായത് ഈ കുമിളയല്ല, നമ്മുടെ ത്വക്ക് ഉള്ളിലേക്ക് ആന്തരിക ഭാഗങ്ങൾ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും?
അതിന് തേർഡ് ഡിഗ്രി എന്ന് പറയും. തേർഡ് ഡിഗ്രി ത്വക്കിൻ്റെ ആന്തരിക ഭാഗങ്ങളിൽ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ അതിന് തേർഡ് ഡിഗ്രി എന്നും, ഇനി അതുപോലെ തന്നെ നമ്മുടെ ശരീരകലകളെ ആ പൊള്ളൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫോർത്ത് ഡിഗ്രി എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ ഡിഗ്രികളൊന്ന് മനസ്സിലാക്കിയിരിക്കണേ നിങ്ങൾ. അതായത് നമ്മൾ പറഞ്ഞു ത്വക്ക് ചുവന്ന് വരുന്ന മാത്രമേ ഉള്ളൂ എങ്കിൽ അത് 1-ാം ഡിഗ്രിയാണ്. കുമിള വരികയാണെങ്കിൽ അത് 2-ാം ഡിഗ്രിയാണ്. നമ്മുടെ കുമിളയല്ല ഉള്ളിലേക്ക്, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പൊള്ളൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തേർഡ് ഡിഗ്രിയും, നമ്മുടെ ടിഷ്യൂസിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർത്ത് ഡിഗ്രി ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേടാ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ പൂർണ്ണരൂപം എന്തെന്നാണ് ചോദ്യം. AEDയുടെ പൂർണ്ണരൂപം എന്താണ് ചോദ്യം. പിള്ളേരെ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്ക് എന്താ മനസ്സിലായോ? ഈ AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്തെന്ന് മനസ്സിലായോ കുട്ടികളെ? അതായത് നമ്മൾ ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ട് ഹൃദയം പ്രവർത്തിക്കാതെയൊക്കെ ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഒരു 2 സാധനം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഡോക്ടർമാർ നമ്മുടെ നെഞ്ചിൻ്റെ 2 ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അത് ഒരു കറണ്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനസ്സിലായോ? ഒന്ന് നെഞ്ചിൻ്റെ വലത് ഭാഗത്തും മറ്റൊന്ന് നെഞ്ചിൻ്റെ ഇടത് ഭാഗത്ത്. സിനിമയെ കണ്ടിട്ടില്ല, ആ സാധനമാണ് AED. നിങ്ങൾ സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ ആ സാധനം? അപ്പോൾ ആളിങ്ങനെ പൊങ്ങി വരും. മനസ്സിലായോ? ആളിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ സാധനമാണ് AED എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണരൂപമാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായ? ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും, അതായത് ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകമായ ഉപകരണം ഏതെന്ന് ചോദിക്കും. ഉപകരണം ഏതെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ് കുട്ടികളെ? AED ആണ് ഉപകരണം കേട്ടോ. AED ആണ് ഉപകരണം. ഇനി AEDയുടെ പൂർണ്ണരൂപമാണ് ചോദിക്കുന്നതെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. മനസ്സിലായ? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം കേട്ടോ. മനസ്സിലായല്ലോ? സംഭവം മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്? ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ ആ സാധനം? സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ? ഏത് സിനിമയിലുണ്ടോ ഇത് കൊടുക്കുന്ന? ഏതൊക്കെ കുറേ സിനിമകളിലൊക്കെ ഉണ്ടല്ലേ. നായകനാണ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ രാജാറാണിയിൽ കൊടുത്തിട്ട് രക്ഷപ്പെടില്ലല്ലോ, മരിക്കുമല്ലോ അവള്. രാജാറാണിയിൽ മരിച്ചു. ഓക്കെ, പക്ഷെ നായകനാണെങ്കിൽ ഉറപ്പ് രക്ഷപ്പെടും അല്ലേ. ശിവാജി സിനിമയിൽ രജനീകാന്ത് മരിച്ചിട്ട് ജനിച്ചു വരുമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഈ സംഭവം വെച്ചിട്ടാണ്. CPR ഫസ്റ്റ് എയ്ഡ് വെച്ചിട്ടാണ് രക്ഷപ്പെട്ട് വരുന്നത്. ശിവാജി സിനിമയിൽ അത് നോക്കിയാൽ മതി. അടുത്ത ചോദ്യം പിള്ളേരെ പറഞ്ഞേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മം എന്തെന്നാണ് ചോദ്യം. നമ്മളിത് പഠിച്ച ഒരു കാര്യം തന്നെയാണ് എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മം അല്ലേ. എന്താണ് പിള്ളേരെ? ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു അല്ലേ. അതായത് നമ്മുടെ ചോക്കിംഗ് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ള ഒരു സംവിധാനമാണ് ഏതെന്ന് പറയുന്നത്? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ചോക്കിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ളൊരു സംവിധാനമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. ഇതിൻ്റെ മലയാളം ചോദിക്കും കേട്ടോ. എപ്പിഗ്ലോട്ടിസിൻ്റെ മലയാളം ചോദിക്കും. എന്തുവാ മലയാളം? എപ്പിഗ്ലോട്ടിസിൻ്റെ മലയാളമാണ് ക്ലോമപിദാനം കേട്ടോ. എപ്പിഗ്ലോട്ടിസിൻ്റെ മലയാളമാണ് ഏത് കുട്ടികളെ? ക്ലോമപിദാനമാണ് എപ്പിഗ്ലോട്ടിസിൻ്റെ മലയാളം കേട്ടോ. ക്ലോമപിദാനമാണ് എപ്പിഗ്ലോട്ടിസിൻ്റെ മലയാളം. ഓക്കെ, പാമ്പ് കടിയേറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം എന്നാണ്? പാമ്പിൻ്റെ പല്ലുകൾ ഇറങ്ങിയതിൻ്റെ പാടുകൾ ഉണ്ടാകും അല്ലേ. പാമ്പിൻ്റെ പല്ലുകൾ ഇറങ്ങിയ പാടുകൾ ഉണ്ടാവും. കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന ഉണ്ടാവും അല്ലേ. ഓക്കെ, കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുമപ്പ് നിറവും ഉണ്ടാവും. നീർക്കെട്ടും ചുവപ്പ് നിറവും ഉണ്ടാകും. മനം പുരട്ടലും ഛർദിയും ഉണ്ടാവും. അതായത് ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ
ഉണ്ടാകും അല്ലേ, പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പാമ്പിൻ്റെ പല്ലുകൾ ഇറങ്ങിയതിൻ്റെ പാടുകൾ ഉണ്ടാവും. കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന ഉണ്ടാവും. കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവും ഉണ്ടാകും. മനം പുരട്ടൽ. എടാ, ഇതിന് എത്ര ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട്? നമുക്ക് കടി ഏക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്നൊരു തരിപ്പുണ്ടാവും. മനസ്സിലായ? നമുക്കത് പറയാൻ ഇപ്പം എങ്ങനെ പറയാൻ, ഈ പറഞ്ഞ നല്ലൊരു വേദന കേട്ടാ. അറിയാണ്ട് പോകുന്ന സാഹചര്യം എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പം പണ്ട് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട്, അവർക്ക് വീട്ടിൽ പശു ഉണ്ടായിരുന്നു. അങ്ങനെ പശു ഉണ്ടായിരുന്ന സമയത്ത് അവർ പശുവിന് പുല്ല് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഇരുന്നായിരുന്നു പുല്ല് പറിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർ ആ ഭാഗത്ത് കുറച്ച് കട്ടുറുമ്പോയി കിടക്കുന്ന കണ്ടായിരുന്നു അങ്ങോട്ട് പുല്ല് പറിക്കാൻ പോണ സമയത്ത്. അപ്പോൾ ഇവരുടെ ബട്ടക്സിൽ എന്തോ കടിച്ചായിട്ട് അവർക്ക് തോന്നി. നല്ല തരിപ്പും ഫീൽ ചെയ്തു. അപ്പോൾ ഇവർ ചോദിച്ചു കട്ടുറുമ്പ് കടിച്ചായിരിക്കും. ഇവർ ഡ്രസ്സ് ഒന്ന് കുടഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാവോ, ഇവർ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ തോന്നി. അങ്ങനെ അവരവിടെ ഇരുന്നിട്ട് ആൾക്കാരെ വിളിച്ച സമയത്ത് നോക്കിയപ്പോഴേ ഈ ഡ്രസ്സിൻ്റെ പുറകിലായിട്ട് ഒരു ഡ്രസ്സ് കീറിയതിൻ്റെ ഒരു പാട് കണ്ടു. അപ്പോൾ ഇവർ ആ പുല്ല് പറിച്ച ഭാഗത്തൊക്കെ നോക്കിയപ്പോൾ ഒരു അണലി അവിടെ ഉണ്ടായിരുന്നു. ആൾ മരണപ്പെട്ടു പോയി. മനസ്സിലായില്ലേ? അപ്പം ഇവർ ഒരു 10 മിനിറ്റ് മുമ്പെങ്ങാനും ചിലപ്പം കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ. മനസ്സിലായില്ലേ? ആൾ മരിച്ചുപോയി. അതാണ് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത് ഈ ഭയങ്കര ഒരു വേദന, ഭയങ്കര ഒരു തരിപ്പോട് കൂടിയൊരു വേദന നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായി? തരിപ്പോട് കൂടിയൊരു വേദന, ഈ കട്ടുറുമ്പ് കടിക്കുന്നേക്കാളൊക്കെ ഒരു ഭീകരമായിട്ടുള്ളൊരു വേദന നമുക്ക് ഫീൽ ചെയ്യും. അത് തന്നെയാണ് ഏറ്റവും. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ട്, ഒരു ജോഡി മുറിവുകൾ, ചെറിയ മുറിവുകൾ കാണുകയാണെങ്കിൽ അത് പാമ്പ് കടിയാവാനുള്ള സാധ്യതയുണ്ട്. പാമ്പ് കടി ഏറ്റവും അറിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പാനിക് ആവാതിരിക്കുക എന്നതാണ്. മനസ്സിലായ? നമ്മൾ പാനിക് ആവുകയോ നമ്മൾ കൂടുതൽ മൂവ്മെന്റ് എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന പോയിസൺ സ്പ്രെഡ് ആകും കേട്ടോ. മനസ്സിലായില്ലേ? ഈ അണലിയുടെ വിഷമൊക്കെ നമ്മൾ കഴിഞ്ഞ പഠിച്ചോ. അണലിയുടെ വിഷം എന്താണ് കുട്ടികളെ? എന്തിനെയാണ് ബാധിക്കുന്നത്? രക്തത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ രക്തത്തിൽ ഹീമോടോക്സിക് ആണ്. രക്തത്തിൽ തന്നെ പെട്ടെന്ന് ഈ കുമിളകളൊക്കെ ഫോം ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് മരണം സംഭവിക്കും. അതുകൊണ്ട് ഇത് എത്രത്തോളം സ്പ്രെഡ് ആവുമോ അത്രത്തോളം അപകട സാധ്യത കൂടും. മനസ്സിലായ? പിന്നെ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ സ്ഥലം നെടുമങ്ങാട്. ഇപ്പം നെടുമങ്ങാടുള്ള ആൾക്കാർ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പാമ്പ് കടിക്ക് ചികിത്സയുണ്ടോ? നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടോ? അറിയോ നിങ്ങൾക്ക്? ഇല്ല. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പാമ്പ് കടിക്ക് ചികിത്സയില്ല. മനസ്സിലായില്ലേ? ഇവിടെ കുറച്ച് ഹോസ്പിറ്റൽസിലേ ഉള്ളൂ. മെഡിക്കൽ കോളേജിലുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, പിന്നെ ഗോകുലം മെഡിക്കൽ കോളേജ്, അങ്ങനെ കുറച്ച് ഹോസ്പിറ്റൽസിലേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ലിസ്റ്റുണ്ട്. കണ്ടപ്പോൾ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നെടുമങ്ങാട് ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഉള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാവൂ. മനസ്സിലായ? എത്രയും പെട്ടെന്ന് അത് ഉണ്ടെന്ന് അറിയാവുന്ന ആശുപത്രിയിലാണ് കൊണ്ടുപോകേണ്ടത്. ആളെ നടത്താനോ ആളെ പാനിക്കാക്കാനോ പാടില്ല. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏതു തരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? വളരെ ധമനികൾ മുറിഞ്ഞുള്ള രക്തം അല്ലെ, ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവമാണ്. അത് എന്തുകൊണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ 2 തരം രക്തക്കൊയിലുകളുണ്ടല്ലേ. അതായത് ഏതൊക്കെയുള്ളത്? സിരകളുമുണ്ട്, ധമനികളുമുണ്ട് അല്ലെ. സിരകളുമുണ്ട്, ധമനികളുമുണ്ട്. ആ സിരകളും ധമനികളുമുണ്ട്. ഈ സിരകൾ എന്താ ചെയ്യുന്നത്, ധമനികൾ എന്താ ചെയ്യുന്നത്? ധമനികൾ എന്താ ചെയ്യുന്നത്? സിരകൾ ചെയ്യുന്നത് ഈ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലേ. ചെയ്യുന്നത്. എന്നാൽ ധമനികൾ ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നുള്ള രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന വെച്ചാൽ നമുക്കറിയാം, ഹൃദയം ഇങ്ങനെ രക്തത്തെ തള്ളിക്കയറ്റുകയാണ്. മനസ്സിലായി? തള്ളിക്കയറ്റുന്ന സമയത്ത് ആ ഒരു പ്രഷറിലാണ് ഈ ബ്ലഡ് പൊക്കോണ്ടിരിക്കുന്നത്. മനസ്സിലായി? ആ തള്ളിക്കയറ്റലിന്റെ ആ ഒരു തരംഗ ചലനമാണ് നമുക്ക് പൾസായിട്ട് ഫീൽ ചെയ്യണത്. മനസ്സിലായ? നമ്മുടെ ഈ കയ്യിൽ എവിടെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പൾസ് ഫീൽ ചെയ്യാറില്ല പിള്ളേരെ. നമ്മുടെ കയ്യിൽ എവിടെയുണ്ട്, നമ്മുടെ കഴുത്തിൻ്റെ എവിടെയൊക്കെ നമുക്ക് പൾസ് ഫീൽ ചെയ്യാറുണ്ട്.
ആ പൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ധമനികളിലാണ് ഈ പൾസ് ഫീൽ ചെയ്യുന്നത്. അത് ഈ പറയുന്ന ഹൃദയം നമ്മുടെ ഈ ധമനികളിലേക്ക് രക്തം തള്ളിക്കയറ്റി വിടുകയാണ്. അപ്പോൾ ആ ഒരു പ്രഷറിലാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ രക്തം വരുന്നത്. അത് മാത്രമല്ല, അത് പ്യുവർ ബ്ലഡ് ആണല്ലേ, അത് പ്യുവർ ബ്ലഡ് ആണ്. ഓക്സിജൻ ക്യാരി ചെയ്തിരിക്കുന്ന പ്യുവർ ബ്ലഡാണ് ധമനികൾ വഴി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ധമനികൾ മുറിഞ്ഞ മുറിവുണ്ടാകുമ്പോൾ രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുന്നതും ആ രക്തത്തിന് കടും ചുമപ്പ് നിറം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ശക്തമായി തെറിക്കാനുള്ള കാരണം ഈ ഒരു കാരണം കൊണ്ടാണ്. ആ നിറം വരാൻ കാരണം അതൊരു പ്യുവർ ബ്ലഡ് ആയതുകൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ക്ലിയർ ആണ്. ഇനി സിരകൾ മുറിഞ്ഞിട്ടാണെങ്കിലോ? സിരകൾ മുറിഞ്ഞിട്ടാണെങ്കിലോ എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ കടും ചുവപ്പ് നിറമല്ലേ പറഞ്ഞിരിക്കുന്നത്. സിരകൾ മുറിഞ്ഞിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും പിള്ളേരെ? ഇരുണ്ട ചുവപ്പ് നിറമായിരിക്കും കേട്ടോ. ഇരുണ്ട ചുവപ്പ് നിറമായിരിക്കും. ഇരുണ്ട ചുവപ്പ് നിറമാണെങ്കിൽ അതെന്താണ് കുട്ടികളെ? ഇരുണ്ട ചുവപ്പ് നിറമാണെങ്കിൽ അത് സിരകൾ മുറിഞ്ഞിട്ടുള്ളതായിരിക്കും. മനസ്സിലായില്ലേ? ഇരുണ്ട ചുവപ്പ് നിറമാണെങ്കിൽ അത് സിരകൾ മുറിഞ്ഞിട്ടുള്ള രക്തസ്രാവമായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ പിള്ളേർ നമ്മൾ പറഞ്ഞത് മറക്കണ്ട. ചുവപ്പ് നിറമാണെങ്കിൽ, കടും ചുവപ്പ് നിറമാണെങ്കിൽ അത് ധമനികളായിരിക്കും. ഇരുണ്ട ചുവപ്പ് നിറമാണെങ്കിൽ സിരകളുടെ ഇരുണ്ട ചുവപ്പ് നിറമാണെങ്കിൽ അത് സിരകളായിരിക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന ഇങ്ങനെ പൊടിഞ്ഞാണ് വരുന്നത്. രക്തം ഇങ്ങനെ പൊടിഞ്ഞാണ് നമുക്ക് കണ്ടില്ല, ചെറിയ രീതിയിലൊക്കെ രക്തം ഇങ്ങനെ നമുക്ക് എവിടെയും കൊണ്ട് സ്ക്രാച്ച് ആവുന്ന സമയത്തൊക്കെ രക്തം ഇങ്ങനെ പൊടിഞ്ഞാണ് വരുന്നതെങ്കിൽ അത് ഈ പറയുന്ന ലോമികകൾ മുറിഞ്ഞിട്ടുള്ള രക്തസ്രാവമായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്തേ. മനു തൻ്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ച് വെച്ച നിർണായകമായൊരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിൻ്റെ അനുമതി ഇല്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിൻ്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിൻ്റെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. വിനു മനുവിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം എന്തെന്നാണ് ചോദ്യം. എന്ത് കുറ്റമാണ് രണ്ടുപേരും ചെയ്തേ? പിള്ളേരെ, കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വെക്കൽ. ഓപ്ഷൻ ബി ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വെക്കുക. ഓക്കെ, ഈ കുഴപ്പമില്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരന്റെ അക്കൗണ്ടിൽ നിന്നും 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം ഏതാണ്? ഏതാ കുട്ടികളെ? ശ്രദ്ധിച്ച് ചെയ്യേ, മണ്ടത്തരം കാണിക്കാതെ. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ടും വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്ത ശേഷം പൗരന്റെ അക്കൗണ്ടിൽ നിന്നും 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. അപ്പം തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. അതായത് ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന ഐഡന്റിറ്റി മോഷ്ടിച്ചുകൊണ്ട് അത് ഉപയോഗിച്ച് ഒരാളെ പറ്റിക്കുക. മനസ്സിലായില്ല? അപ്പം ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഉണ്ട്, ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്യട്ടെ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ നിന്നുണ്ടാകുന്ന തീപിടുത്തം പിള്ളേരെ ക്ലാസ് സി ആണ് കേട്ടോ. ക്ലാസ് സി ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ വിവിധ തരത്തിലുള്ള തീപിടുത്തങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് ഇത് പഠിക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികളെ? ഇത് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം പോവേണ്ടത്. ഓക്കെ, ക്ലിയർ ആണ്. ഇത് പഠിച്ചായിരുന്നോ നിങ്ങൾ? വിവിധതരം തീപിടുത്തം പഠിച്ചായിരുന്നോ? പഠിച്ചവർ നല്ല റെസ്പോണ്ട് ചെയ്യും പിള്ളേരെ. ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജ്വലിക്കുന്ന കരം. ക്ലാസ് എ എന്ന് പറഞ്ഞാൽ സാധാരണ ജ്വലിക്കുന്ന കരം. അതായത് നമ്മുടെ ഈ പറയുന്ന മരം, പേപ്പർ, തുണിത്തരങ്ങൾ, കൽക്കരി, പ്ലാസ്റ്റിക് മുതലായവ കൊണ്ടുണ്ടാവുന്ന തീപിടുത്തമാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ? ക്ലാസ് എ എന്ന് പറയുന്നത് അല്ലേ?
അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്ലാസ് എ തീപിടുത്തം നമ്മൾ എങ്ങനെയാണ് അഗ്നിശമനം നടത്തേണ്ടതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉണങ്ങിയ പൊടി എന്തുവാ ഉണങ്ങിയ പൊടി, പത, വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ ഫോം, ഇങ്ങനെ നനഞ്ഞ രാസവസ്തു ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ക്ലാസ് എ തീപിടുത്തം നമ്മൾ അണയ്ക്കേണ്ടത്. ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാൻ പാടില്ല. അനുയോജ്യമല്ലാത്തതുമുണ്ട്, മനസ്സിലായില്ലേ? അനുയോജ്യമായതുമുണ്ട്, അനുയോജ്യമല്ലാത്തതുമുണ്ട്. ഇത് പഠിച്ചിരിക്കുക. അടുത്ത ക്ലാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുട്ടികളെ? പെട്രോള്, അതുപോലെ തന്നെ ഡീസല്, എണ്ണകള്, പെയിന്റ്, പാരഫിൻ, സാധാരണ ജൈവലായകങ്ങൾ, കത്താൻ സാധ്യതയുള്ള ഈ ദ്രാവകങ്ങൾ കാരണം ഉണ്ടാകുന്ന തീപിടുത്തമാണ് എന്ന് പറയുന്നത് ക്ലാസ് ബി എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രൈ പൗഡർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ക്ലാസ് ബി തീപിടുത്തങ്ങൾ, അതായത് കത്തുന്ന ദ്രാവകങ്ങൾ കൊണ്ടുള്ള തീപിടുത്തം നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പം നനഞ്ഞ രാസവസ്തുക്കളോ വെള്ളമോ അവിടെ ഉപയോഗിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? പെട്രോൾ കാരണം ഉണ്ടാകുന്ന തീപിടുത്തത്തിലോ ഡീസല് അങ്ങനത്തെ എണ്ണ ഈ പറയുന്ന ദ്രാവകങ്ങൾ കാരണം ഉണ്ടാകുന്ന തീപിടുത്തത്തിലോ നനഞ്ഞ രാസവസ്തുക്കളോ വെള്ളമോ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ കടലിലൊക്കെ ഈ എണ്ണപ്പാടത്തിലും എണ്ണ ശേഖരണത്തിലൊക്കെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് ഫുള്ള് വെള്ളമല്ലേ പിള്ളേരെ? കാരണം ഈ വെള്ളത്തിന്റെ മുകളിലേ നിൽക്കത്തുള്ളൂ അല്ലേ ഇതൊക്കെ. ഇപ്പോൾ പെട്രോൾ ആയാലും ഡീസലായാലും എണ്ണകളായാലും വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുക, അത് നിന്ന് കത്തുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് വെള്ളം ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ഇവിടെയൊക്കെ. ഓക്കെ അല്ലടാ? ഓക്കെ ആണ്. അടുത്ത ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ ജ്വലന സ്വഭാവമുള്ള അല്ലെങ്കിൽ കത്തുന്ന വാതകങ്ങളാണ് ക്ലാസ് സിയിൽ വരുന്നത്. വാതകങ്ങൾ മീഥൈന്, പ്രൊപ്പൈന്, പ്രകൃതിവാതകം തുടങ്ങിയവ കാരണം ഉണ്ടാകുന്ന തീപിടുത്തമാണ് ഏത് വരുന്നത്? ക്ലാസ് സിയിൽ വരുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈ പൗഡറും കാർബൺ ഡൈ ഓക്സൈഡൊക്കെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഡ്രൈ പൗഡറും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ഈ വെള്ളമോ ഫോമോ അല്ലെങ്കിൽ ഈ രാസവസ്തുക്കളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി ക്ലാസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുന്ന ലോഹങ്ങൾ, മെറ്റൽസ് കാരണം ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഡി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മഗ്നീഷ്യം, അലുമിനിയം, ലിഥിയം തുടങ്ങിയവയിൽ നിന്നുള്ള തീപിടുത്തത്തെയാണ് ഈ ക്ലാസ് ഡിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും ഡ്രൈ ഐസ്, പിന്നെ നമ്മുടെ ഡ്രൈ ഐസ് തന്നെ ഏതൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്തത് വെള്ളം, അതുപോലെ ഫോം, പിന്നെ രാസവസ്തുക്കൾ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. ഇനി അടുത്ത് ഇ എന്ന് പറഞ്ഞാൽ പഠിക്കുക എളുപ്പം ഇലക്ട്രോണിക് സാധനങ്ങൾ കേട്ടോ. അതായത് വൈദ്യുത അഗ്നിപാതകൾ, ഇലക്ട്രോണിക് സാധനങ്ങളിലാണ് ഈ വരുന്നത്. വൈദ്യുത അഗ്നിപാതകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളിൽ കമ്പ്യൂട്ടറുകൾ, സ്റ്റീരിയോകൾ, ഫ്യൂസ് ബോക്സുകൾ, ബാറ്ററികൾ, അത് തീപിടുത്തം ഉണ്ടാവുന്നതിനെയാണ് ഇത് പറയുന്നത് ക്ലാസ് ഇ അഗ്നിബാധ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഉണങ്ങിയ ഡ്രൈ പൗഡർ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. വെള്ളം, അതുപോലെ തന്നെ ഫോം എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. ക്ലാസ് എഫ് ആണ് എന്ത് കുട്ടികളെ? അടുക്കള തീ എന്ന് പറയുന്നത് ക്ലാസ് എഫ് ആണ്. പാചക എണ്ണ, കൊഴുപ്പ്, ഗ്രീസ് തുടങ്ങിയവ നിന്നുണ്ടാകുന്ന തീപിടുത്തമാണ് ഇത് ക്ലാസ് എഫ്. അവിടെ നനഞ്ഞ വസ്തുക്കൾ, പിന്നെ ഫോം എന്നിവ ഉപയോഗിക്കാം. വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ടേബിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം. മിനിമം നിങ്ങൾ ഇത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നിങ്ങൾ കണ്ടോ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ക്ലാസ് സി. അപ്പം നിങ്ങൾ മിനിമം ബാക്കിയുള്ളത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്ലാസ് എ മുതൽ എഫ് വരെയുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. എ എന്ന് പറഞ്ഞാൽ എന്താ വീട്ടിലെ കരവസ്തുക്കൾ അല്ലേ, മരം, പേപ്പർ, തുണിക്കഷ്ണങ്ങൾ, കൽക്കരി, പ്ലാസ്റ്റിക് തുടങ്ങിയവ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ഏതിൽ വരുന്നത് കുട്ടികളെ? ക്ലാസ് എയിൽ. ബിയിലാണ് എന്ത് വരുന്നത്? ദ്രാവകങ്ങൾ വരുന്നുണ്ട്. ബിയിലാണ് ദ്രാവകങ്ങൾ വരുന്നത്. ദ്രാവകങ്ങൾ അതായത് പെട്രോള്, ഡീസല്, പിന്നെ എണ്ണ, പെയിന്റ്, പാരഫിൻ, പിന്നെ ഈ പറയുന്ന അങ്ങനത്തെ ദ്രാവകങ്ങൾ. അപ്പൊ ദ്രാവകം നമുക്ക് ബി എങ്ങനെ ഓർത്തിരിക്കാം? എങ്ങനെ ഓർത്തിരിക്കാടാ? ബോട്ടിലല്ലേ നമ്മൾ ദ്രാവകങ്ങൾ എടുക്കുന്നത്. ബോട്ടിലാണ് നമ്മൾ ദ്രാവകം. ഇപ്പോൾ പെട്രോൾ ആയാലും നമ്മൾ ഒരു ബോട്ടിലാണ് നമ്മൾ വാങ്ങുന്നത് അല്ലേ? ബോട്ടിലാണ് നമ്മൾ പെട്രോൾ വാങ്ങുന്നത്, ഡീസൽ, അതുപോലെ എണ്ണകളൊക്കെ ബോട്ടിലാണ്. അപ്പോൾ ബി ബോട്ടിൽ വരുന്ന ദ്രാവകങ്ങൾ. അപ്പോൾ ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ കത്തുന്ന ദ്രാവകങ്ങൾ. സി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗ്യാസുകളാണ്, അതായത് കത്തുന്ന വാതകങ്ങളാണ്. അതെങ്ങനെ കണക്ട് ചെയ്യാം? കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ തന്നെ ഖരം, ദ്രാവകം, വാതകം എന്ന ഓർഡറിൽ ഓർത്തത് മതി. എ എന്ന് പറഞ്ഞാൽ ഖരമെന്നോ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവകമെന്നോ, സി എന്ന് പറഞ്ഞാൽ വാതകം. ഓക്കെ. അടുത്ത ഇ നമുക്ക് കുഴപ്പമില്ല. ഇ എന്താണ് കുട്ടികളെ? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സാധനങ്ങളാണ്, ഇലക്ട്രിസിറ്റി, വൈദ്യുത അഗ്നിപാതയാണ്. ഡി ലോഹമെന്നും എഫ് അടുക്കള എന്നും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, കിട്ടുമല്ലോ അത്.
അപ്പോൾ അത് മിനിമം ഓർത്തിരിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് വായിച്ച് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. എഫ് ഫോർ ഫുഡ്. അടുക്കളയിൽ നിന്നല്ലേ ഫുഡ് കിട്ടുന്നത്, മിടുക്കൻ. ഓക്കെ, എഫ് ഫോർ ഫുഡ്. എഫ് ഫോർ ഫുഡ്, ഓക്കെ, കൊള്ളാം. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഉത്പാദനമാണല്ലേ, ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയും. ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയും അല്ലേ. ഓക്കെ പിള്ളേരെ, അപ്പോൾ ഈ ഉത്പാദനത്തിന് സംഭവിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഉത്പാദനം സംഭവിക്കുന്നത്? കർപ്പൂരത്തിന് സംഭവിക്കും അല്ലേ, കർപ്പൂരത്തിന് സംഭവിക്കും. കർപ്പൂരം, അതുപോലെ തന്നെ നമ്മൾ അയഡിൻ 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 നാഫ്തലിൻ അല്ലേ, നാഫ്തലിൻ. ഇതിനൊക്കെ നമുക്ക് എന്ത് സംഭവിക്കാറുണ്ട് കുട്ടികളെ? ഈ പറയുന്ന ഉത്പാദനം സംഭവിക്കാറുണ്ട്, ഉത്പാദനം സംഭവിക്കുന്നത്. അത് പക്ഷേ എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ, എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ കുട്ടികളെ? കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണല്ലേ, ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്ന വാതകം. ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ കുട്ടികളെ? ഓക്സിജൻ ആണ്. കത്തുന്നത് ഏതാ? കത്തുന്നത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഈ ജ്വലനം നിയന്ത്രിക്കുന്നത് ആരാണ്? ജ്വലനം നിയന്ത്രിക്കുന്നത് നൈട്രജൻ ആണല്ലോ. ജ്വലനം നിയന്ത്രിക്കുന്നത് നൈട്രജൻ ആണ്. അപ്പം കത്തുന്നത് ഹൈഡ്രജൻ, കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ, നിയന്ത്രിക്കുന്നത് നൈട്രജൻ. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അറിയാം, കുഴപ്പമില്ല. അത് സ്ഥിരം ചോദ്യം. ഇപ്പം എല്ലാ പരീക്ഷയ്ക്കും ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ പിള്ളേരെ. LPG ലീക്ക് ഈതൽ മെർക്യാപ്റ്റനാണ് കേട്ടാ. ഇത് ചെയ്ത് അവസാനം നാളെ പോയി തെറ്റിക്കുമെന്നല്ലോ കൂടെ. മനസ്സിലായില്ലേ? ഈതൽ മെർക്യാപ്റ്റൻ. ഇങ്ങനെ നമ്മൾ ഈ മെർക്യാപ്റ്റൻ കണ്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പം അവർ ഓപ്ഷനിൽ മീതേൻ മെർക്യാപ്റ്റൻ എടുത്തിരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെർക്യാപ്റ്റൻ എടുത്തിരും. നമ്മൾ ക്യാപ്റ്റൻ്റെ വാലും പിടിച്ച് അങ്ങ് പോകും. അല്ല, അങ്ങനെ സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര എളുപ്പമുള്ള ചോദ്യം ഉണ്ടല്ലോ, ഭയങ്കര എളുപ്പമുള്ള ചോദ്യം തെറ്റിപ്പോണ ആൾക്കാരുണ്ട്. മനസ്സിലായ? എന്തിനു തെറ്റിച്ചെന്ന് കേട്ടുകഴിഞ്ഞാൽ ഉത്തരവില്ല, പക്ഷെ എനിക്കത് തെറ്റി. മനസ്സിലായില്ലേ? എനിക്കത് തെറ്റി. എന്തുകൊണ്ട് തെറ്റി അത് ചോദിക്കില്ല, എനിക്കത് തെറ്റി. അങ്ങനെ വേണ്ട ആൾക്കാരുണ്ട്. ഉണ്ടടാ, അങ്ങനെ ഉണ്ട്. നീ അന്തം വേണ്ട. നീ ഇപ്പം പഠിച്ചു തുടങ്ങിക്കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. നീ 2 പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിനക്ക് മനസ്സിലാവും. ചുമ്മാ പറഞ്ഞ അങ്ങനെ തെറ്റിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതിയാൽ മതി, കുഴപ്പമില്ല കേട്ടോ. ഇത് എക്സ്റ്റിങ്വിഷറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിള്ളേർ, ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു. ഇത് നമുക്ക് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് പിള്ളേർ. ഏതാണ് പിള്ളേരെ? മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഫയർ എക്സ്റ്റിങ്വിഷറിൽ കേട്ടാ, ഫയർ എക്സ്റ്റിങ്വിഷറിൽ നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് പോകണം. PDF വേണോ? അതോ ഉണ്ടോ നിങ്ങളിൽ? ഫയർ എക്സ്റ്റിങ്വിഷറിൻ്റെ PDF വേണമെന്നാണോ ഉണ്ടെന്നാണോ? വേണം. ഓക്കെ, അപ്പോൾ അത് ഇട്ട് തരാം. എക്സ്റ്റിങ്വിഷർ വായിച്ചിട്ട് പോകണം നിങ്ങൾ. ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ലാസ്റ്റ് നിങ്ങൾ റിവിഷൻ ആയിട്ട് പോകേണ്ട സാധനം അതാണ് കേട്ടോ. ഓക്കെ, അത് തരാം, ക്ലാസ് കഴിയുമ്പോൾ തരാം. അടുത്ത ചോദ്യം ചെയ്തേ. ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനം എന്നാണ് ചോദ്യം. ബ്യൂട്ടൈൻ പിള്ളേർ, ബ്യൂട്ടൈൻ്റെത് 9 ആണ് ആൻസർ. 9. ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ബാക്കി പഠിക്കാൻ ഞാൻ പോർഷൻ തരാം കേട്ടോ, പഠിച്ചാൽ മതി. ഓക്കെ, 9 ആണ് ആൻസർ. 9. അടുത്ത ചോദ്യം. MSDS നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റാണ് ഏത് കുട്ടികളെ? MSDS എന്ന് പറയുന്നത് മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റാണ് കേട്ടോ. MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. കത്താൻ പ്രാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയാൻ വേണ്ട ഊഷ്മാവാണ് ഏത് കുട്ടികളെ? ഫ്ലാഷ് പോയിന്റ്. അപ്പോൾ ആ നിർവചനം നിങ്ങൾ രണ്ടിൻ്റെയും ഓർത്ത് വെച്ചോണം കേട്ടോ. മിന്നൽ മാത്രയിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്ലാഷ് പോയിന്റ് ആണ്. തുടർച്ചയായി കത്താനാണെങ്കിൽ ഫയർ പോയിന്റ് ആണ് കേട്ടോ. ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. ഓക്കെ, TEC ടെർണറി യൂറ്ററ്റിക്
ക്ലോറൈഡ് ഘടകങ്ങൾ ഏതൊക്കെയാണ്? പഠിച്ചവരുണ്ട്, കൊള്ളാം. ഓക്കെ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ് ടി സിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ് എന്നിവ. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ് എന്നിവയാണ് ടി സിയിലെ പ്രധാന ഘടകങ്ങൾ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നാണ് ചോദ്യം. 2260 2260 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം. അത് പഠിച്ചിരിക്കുക. 2260 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കേട്ടോ. അടുത്ത ചോദ്യം ചെയ്തേ. ഫസ്റ്റ് എയ്ഡിൽ പ്രഥമ ശുശ്രൂഷയിൽ ഡ്രാബ് എന്നതിൻ്റെ ഫുൾ ഫോം എന്തെന്നാണ്? ഡ്രാബ് എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഡ്രാബിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്. ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ് എന്നതാണ് ഡ്രാബിൻ്റെ പൂർണ്ണരൂപം. ഡ്രാബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വരുന്ന ഒരു ഓർഡറാണ്. അപ്പോൾ ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ് എന്നതാണ് ഡ്രാബിൻ്റെ പൂർണ്ണരൂപം കേട്ടോ. ഡ്രാബിൻ്റെ പൂർണ്ണരൂപം. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് എന്താണ്? പിള്ളേരെ, പ്രഥമ ശുശ്രൂഷ ലക്ഷ്യം എന്തൊക്കെയാണ്? ജീവൻ രക്ഷിക്കുക ഒരു ലക്ഷ്യമാണ്, കൂടുതൽ മുറിവുകളില്ലാതെ സംരക്ഷിക്കുക ലക്ഷ്യമാണ്, അപകടത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് സഹായിക്കുക ലക്ഷ്യമാണ്. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം അല്ലേ, മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം, അതായത് ഫസ്റ്റ് എയ്ഡിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകളില്ലാതെ സംരക്ഷിക്കുക, അപകടത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് സഹായിക്കുക. ഇതൊക്കെയാണ് ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രഥമ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണെന്നാണ് ചോദ്യം. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക എന്നതാണ് ആൻസർ. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമുക്കതിൽ തേന് പുരട്ടാമോ പൊള്ളലേറ്റ ഭാഗത്ത്? ഇല്ല. നെയ്യ് പുരട്ടാവോ? ഇല്ല, നെയ്യ് പുരട്ടാൻ പാടില്ല. ടൂത്ത് പേസ്റ്റ് പോലത്തെ വസ്തുക്കളോ? പുരട്ടാൻ പാടില്ല. മനസ്സിലായ? പൊള്ളലേറ്റ ഭാഗം നമ്മൾ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ശുദ്ധജലമാണല്ലേ, ശുദ്ധജലമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക പിള്ളേരെ? ധാര ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം. ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ തണുപ്പ് മൂലം നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കൊന്ന് സിനിമയിലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സംഭവം കണ്ടു കാണും, ചില വീഡിയോയിലൊക്കെ കണ്ടു കാണും. അതായത് ഈ പറയുന്ന ഈ തണുപ്പ് കാരണം നമ്മുടെ ഒരു ഭാഗം നീലിച്ചിട്ട് പിന്നെ കറുപ്പാവും. ചിലപ്പോൾ അവിടെ മുറിഞ്ഞ് തന്നെ പോകും. മനസ്സിലായ? വിരളൊക്കെ മുറിഞ്ഞു പോയിട്ടുള്ള കാലിലെയും കയ്യിലേക്ക് ഈ പട്ടാളക്കാർക്കൊക്കെ സംഭവിക്കും. മനസ്സിലായ? പട്ടാളക്കാർക്കൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് ഈ ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതായത് ഭയങ്കരമായ തണുപ്പ് കാരണം നമുക്ക് എന്ത് ചെയ്യും, അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ സംഭവിക്കാതെ വരികയും ആ ഭാഗം ഇങ്ങനെ കറുത്തിട്ട് അത് എന്ത് ചെയ്യും, കുട്ടികളെ മുറിച്ച് മാറ്റേണ്ട ഒരു സാഹചര്യം വരും കേട്ടോ. അതിനാണ് ഈ ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയത് ഫ്രോസ്റ്റ് ബൈറ്റ് എന്താണെന്നുള്ളത്. ചിന്തിക്കാൻ പോലും പറ്റണില്ലല്ലേ അങ്ങനെ ഒരു സാഹചര്യം. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഈ തണുത്ത പ്രദേശത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരും അതുപോലെ അങ്ങോട്ടൊക്കെ ഈ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ എപ്പോഴും അവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്, ഈ ഫ്രോസ്റ്റ് ബൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
മനസ്സിലായല്ലോ. അപ്പോൾ ശക്തമായ തണുപ്പ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം ചെയ്തേ. സ്കാൾഡ് എന്നാൽ എന്താണ്? സ്കാൾഡ് എന്നാൽ എന്തെന്നാണ് ചോദ്യം. സ്കാൾഡ് എന്താ പിള്ളേ? സ്കാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവിനെയാണ് എന്ത് പറയുന്ന കുട്ടികളെ? സ്കാൾഡ് എന്ന് പറയുന്നത്. നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവിനെയാണ് എന്ത് പറയുന്നത്? സ്കാൾഡ് എന്ന് പറയുന്നത്. സ്കാൾഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. മാക്സിമം ഇൻഹലേഷന് ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരെന്താണ്? മാക്സിമം ഇൻഹലേഷന് ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേര്. ഇത് നിങ്ങൾക്ക് ഇതിന് മാത്രമല്ല ചോദിക്കുന്നേ, ഫയർഫോഴ്സിന് മാത്രം ചോദിക്കുന്ന ഒരു കാര്യമല്ല ഇത്. അല്ലാതെ നമ്മൾ PSCയിൽ നമ്മൾ റെസ്പിറേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റൽ കപ്പാസിറ്റി. മനസ്സിലായി? വൈറ്റൽ കപ്പാസിറ്റി ബയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇത് റെസ്പിറേഷൻ പഠിക്കുമ്പം. ഇവിടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഈ വൈറ്റൽ കപ്പാസിറ്റി അനുസരിച്ചാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ? ഈ വൈറ്റൽ കപ്പാസിറ്റി അനുസരിച്ചാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ സ്റ്റാമിന വരുന്നത്. മനസ്സിലായില്ലേ? സ്റ്റാമിന വരുന്നത് കേട്ടോ. സ്റ്റാമിന വരുന്നത്. ഓക്കെ. വൈറ്റൽ കപ്പാസിറ്റി അനുസരിച്ചാണ് സ്റ്റാമിന വരുന്നത്. അതിപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ അതൊരു 5 ലിറ്റർ വരെ വരും വൈറ്റൽ കപ്പാസിറ്റി. സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 3 ലിറ്ററൊക്കെ ആയിരിക്കും വൈറ്റൽ കപ്പാസിറ്റി വരുന്നത്. നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം ഒരു സ്റ്റാമിന കൂടുതലുള്ളത് പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ? പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ? പുരുഷന്മാർക്കാണ് സ്റ്റാമിന കൂടുതൽ. കാരണം സ്റ്റാമിന കൂടുതൽ കാരണം പുരുഷന്മാർക്ക് ലങ്സ് വലുതാണ്. കേട്ടോ. പുരുഷന്മാർക്ക് ലങ്സ് വലുതാണ്, സ്ത്രീകൾക്ക് ലങ്സ് ചെറുതാണ്. കാരണം ഫിസിക്കലി ചെറുത് സ്ത്രീകളാണ്. മനസ്സിലായോ? അപ്പം പുരുഷന്മാർക്ക് ഏകദേശം ഒരു 4 ലിറ്റർ വരെയൊക്കെ വൈറ്റൽ കപ്പാസിറ്റി 4 മുതൽ 5 ലിറ്റർ വരെയൊക്കെ വൈറ്റൽ കപ്പാസിറ്റി വരാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 3 മുതൽ 4 ലിറ്ററൊക്കെ വരെയൊക്കെ വൈറ്റൽ കപ്പാസിറ്റി വരത്തുള്ളൂ. മനസ്സിലായ? ഓക്കെ. പുരുഷന്മാർക്ക് കൂടുതലാണ് വൈറ്റൽ കപ്പാസിറ്റി. നാക്കിൻ്റെ പവർ ഒഴിച്ച് ബാക്കിയെല്ലാം പുരുഷന്മാർക്ക് ഇത്തിരി കൂടുതലാണ് കേട്ടോ. നാക്കിൻ്റെ കാര്യത്തിൽ എൻ്റെ അത് വല്ലാത്തൊരു കപ്പാസിറ്റിയാണ്. മനുഷ്യത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി ഏതാ പിള്ളേർ? നമുക്കറിയാം, അത് സ്റ്റേപ്പിസ് ആണ്. ഏറ്റവും ചെറിയ അസ്ഥി വരുന്നത് സ്റ്റേപ്പിസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ. അപ്പോൾ പിള്ളേരെ നമ്മൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു 120 ക്വസ്റ്റ്യൻ്റെയും കൂടെ ഒരു മോഡൽ വർക്കൗട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തരാം. വേണമെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ഒരു PDF കൂടെ തരാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് ഇപ്പോൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത പോർഷൻസ് ഉണ്ടല്ലോ, അതായത് ചെയ്ത ബുദ്ധിമുട്ട് തോന്നിയ പോർഷൻസ് ഒന്ന് വായിച്ച് പഠിക്കുക കേട്ടോ. ഈ പറയുന്ന ഓവർ സ്ട്രെയിൻ ചെയ്ത് പഠിക്കേണ്ട കേട്ടോ. മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചാൽ മതി. ഫയർ എക്സ്റ്റിങ്ഷർ ഉണ്ടല്ലോ, അതായത് അഗ്നിശമന ഉപകരണങ്ങൾ, അതൊന്ന് നോക്കി വെക്കണം. അതിൻ്റെ ക്ലാസ്സുകളും മറ്റുമൊക്കെ ഒന്ന് നോക്കി വെക്കണം. പിന്നെ നമ്മുടെ വിവിധതരം ഫയർ അത് നോക്കി വെക്കുക. ഓക്കെ അല്ലേടാ? ക്ലിയർ ആണ്. എന്തായാലും നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ളതായിരിക്കും. ബാക്കിയുള്ളതും കൂടെ എഴുതിയെടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും കേട്ടോ. ശരി, അപ്പം നാളെ രാവിലെ എന്താണ് നിങ്ങൾ ജോയിൻ ചെയ്യുമോ കേട്ടോ? അതോ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കും? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മളൊരു വർക്കൗട്ട് നമുക്കൊരു 3 മണിക്കൂർ കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കിൻ്റെയും 10 ക്വസ്റ്റ്യൻ വീതം നമുക്ക് എടുത്ത് വർക്കൗട്ട് ചെയ്യാം. മനസ്സിലായ? ചോദിക്കാൻ ചാൻസ് ഉള്ള, റിപ്പീറ്റ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? തീരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എടുക്കത്തില്ല കേട്ടോ രാവിലെ 10 മണിക്ക്. ഓക്കെ ആണല്ലോ?